നാടോടിക്കാറ്റ് സിനിമയിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് പശുവിനെ വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോഴാണ്. അപ്പം അത് കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഓ, പശു ഒരു സുഖമുള്ള ബിസിനസ്സല്ല. ഇത് തന്നെയാണ് മലയാളം പത്രപ്രവർത്തനത്തെപ്പറ്റി, അമേരിക്കയിലെ മലയാളം പത്രപ്രവർത്തനത്തെപ്പറ്റി എനിക്കും പറയാനുള്ളത്. പത്രപ്രവർത്തനം ഒരു സുഖമുള്ള കാര്യമല്ല ഇവിടെ. കാരണം പൈസ കിട്ടില്ല. ആരാണ് പൈസ തരുന്നത്? എങ്ങനെയെങ്കിലും പൈസ തരാതിരിക്കുക എന്നുള്ളതാണല്ലോ, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ മലയാളിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ. അപ്പോൾ പിന്നെ പത്രത്തിൻ്റെ കാര്യത്തിൽ അത് പറയുകയും വേണ്ട. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ് ഈയിടയ്ക്ക് ചില വാർത്തകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഈ ഒന്നുമില്ലാത്തവരെ, അങ്ങനെയുള്ളവരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ അവർ ചാരിറ്റി പ്രവർത്തനം അങ്ങ് തുടങ്ങും. അങ്ങനെ അവർ പെട്ടെന്ന് കോടീശ്വരരായി മാറുന്നു. അവർ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചാരിറ്റി പ്രവർത്തനം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇവർ വലിയ പണക്കാരായി മാറുന്നു. പിന്നെ സമൂഹത്തിലെ വലിയ ആദരിക്കപ്പെടുന്ന വ്യക്തികളായി മാറുന്നു. വിമാനത്തിൽ പോകുന്നു, സഞ്ചരിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ പോകുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ഇവർ വിളിക്കുന്ന ചടങ്ങുകളിൽ വരുന്നു. ഇവരെ എല്ലാവരും വലിയ ദിവ്യന്മാരായിട്ട് കണക്കാക്കുന്നു, ദിവ്യന്മാരും ദിവ്യത്തികളുമായി കണക്കാക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പത്രപ്രവർത്തനം വിട്ടിട്ടൊന്ന് ഒരു നന്മമരം, കുറച്ചൊരു നന്മ ചെയ്യാൻ തുടങ്ങിയാൽ എന്താണെന്ന്. അപ്പോൾ നന്മ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ആലോചിച്ചു. ഒന്നാമത് എനിക്ക് നാട്ടുകാരെല്ലാം കാശ് തരണം. അല്ലാതെ എൻ്റെ കയ്യിലെ കാശ് മുടക്കിയിട്ട് നന്മ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ലല്ലോ. അപ്പോൾ ഈ നന്മ മരങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് അങ്ങനെയാണ്: പിരിച്ചെടുത്തിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. അതിൻ്റെ കൂടെ അല്ലറ ചില്ലറ കഞ്ഞി വീഴ്ത്ത് അവിടെ ഇവിടെയൊക്കെ ഇത്തിരി പിന്നെ ഇതൊക്കെ ചെയ്യുകയും വേണം. അല്ലാതെ തീരെ ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഈ രണ്ടു കൂട്ടരും നമ്മുടെ കാര്യവും നടക്കും, നാട്ടുകാർക്ക് കുറച്ച് ചാരിറ്റിയും ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം കൊണ്ടും ഒരു ദിവ്യ പരിവേഷം നേടുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇപ്പം നാട്ടിൽ പരക്കെ നടക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉള്ളപ്പം ഈ പണം പിരിക്കാൻ അത്ര പ്രയാസമില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ നന്മ ചെയ്യാം, നമുക്ക് ചാരിറ്റി ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യവും നടക്കും, നമ്മൾക്ക് പിന്നെ ഗംഭീരമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ നന്മ മരങ്ങൾ പണ്ടൊക്കെ ഈ മതങ്ങളും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, മതത്തിൻ്റെയൊക്കെ പേരിൽ. ഇന്നിപ്പം മതത്തിൻ്റെ മറവിൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താം. മതത്തിൻ്റെ പേര് ഉപയോഗിക്കാതിരിക്കാം ഇഷ്ടം പോലെ. അപ്പോൾ അതിന് ശേഷം പിന്നെ അതിനെ ഒരു മതപരമായൊരു പരിവേഷം വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ അടുത്തിടയ്ക്കായിട്ട് വായിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി അതൊന്നും ഇല്ലാതെയും സെക്കുലറായിട്ടും പിന്നെ സേവന പ്രവർത്തനങ്ങൾ നടത്താം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ചാരിറ്റിയും നടക്കും, നമ്മുടെ കാര്യവും നടക്കും. ഇപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ആലോചിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ലോകത്തിലെ വലിയ മഹാപുരുഷന്മാർ, ഇപ്പോൾ ശ്രീബുദ്ധൻ പിന്നെ രാജാവായിരുന്നു. അപ്പോൾ ആ രാജാവായിരുന്ന അദ്ദേഹം ആ രാജകുടുംബം വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആ പണവും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ തൻ്റെ ആത്മീയതയും തൻ്റെ പിന്നെ ആ എല്ലാ നേട്ടങ്ങളും, തൻ്റെ തത്വചിന്ത മുഴുവൻ അപകടത്തിലാകുമെന്ന് അദ്ദേഹം കരുതി. ഇനി യേശുക്രിസ്തു ആണെങ്കിൽ സഭ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പോലും സ്ഥാപിച്ചിട്ടില്ല, ഒരു ആശുപത്രി പോലും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ഈ മഹാപുരുഷന്മാർ ആരും തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്നിപ്പം നമുക്ക് കാണുന്നത് മഹാപുരുഷന്മാരും മഹാപുരുഷത്തികളും ഒക്കെ ആശുപത്രികൾ സ്ഥാപിക്കുന്നു, സർവകലാശാലകൾ സ്ഥാപിക്കുന്നു, പണം സമ്പാദിക്കുന്നു, ഇഷ്ടംപോലെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നു. ടാക്സ് കൊടുത്തും കൊടുക്കാതെയും വെട്ടിക്കാതെയും പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ നന്മമരങ്ങളും അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തികളും ആയി മാറുന്നു. ഒന്നുമില്ലാത്ത ആളുകളാണ്, ഇന്നലെ വരെ ഒന്നുമില്ലാത്തവരാണ് ആത്മീയത വിറ്റും പിന്നെ ഈ ചാരിറ്റി വിറ്റും അവർ സമ്പന്നരാകുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് പിന്നെ ഒരു മോഹം തോന്നുന്നത്. ഇനി ഇതിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഈ നമ്മുടെ ഹൈന്ദവ തത്വചിന്തപ്രകാരം പറയുന്നുണ്ട്, ഈ സന്യാസിമാർ, നല്ല സന്യാസിമാർ ഒരു സ്ഥലത്ത് തന്നെ ദീർഘനേരം ഇരിക്കില്ല. കാരണം ആ സ്ഥലത്തോടൊരു പ്രതിപത്തി തോന്നും, അതിനോടൊരു ആഭിമുഖ്യം തോന്നും. അതുകൊണ്ട് അവർ മാറി പല സ്ഥലങ്ങളിലായിട്ട് മാറി പോവും. കാരണം ഒന്നിനോടും ഒരു മമതയും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവരുത് എന്നുള്ള ആ ചിന്താഗതി കൊണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ പിന്നെ ആത്മീയ നേതാക്കളും ആത്മീയ പിതാക്കളും ആത്മീയതയുടെ മറവിൽ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരും ഒക്കെ ഈ പണം പിരിക്കുക അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒന്നിനോടും പ്രതിപത്തി തോന്നരുതെന്ന് പറയുമ്പോൾ പണത്തോടുള്ള പ്രതിപത്തിക്ക് യാതൊരു കുറവുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെയാണ് വാസം പറഞ്ഞാൽ ഈ ആത്മീയ പിതാക്കൾ, ഇങ്ങനെയുള്ള ആൾദൈവങ്ങൾ, പണം അവരെ അളക്കാനായിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രം മതി. അവർ പണം തൊടുന്നുണ്ടോ, പണം സ്വീകരിക്കുന്നുണ്ടോ, പണവുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഫേക്കാണ്, തട്ടിപ്പാണ്.
ഒരാത്മീയതയുമില്ല. പണം ഉണ്ടാക്കാനുള്ളൊരു ഉപാധി മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയതയും ദൈവികതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചാരിറ്റിയും ഉടായിപ്പ്. അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി നമുക്ക് ഉണ്ടാവേണ്ടതാണ്. കാരണം നല്ല സന്യാസിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് യൂണിവേഴ്സിറ്റി വേണ്ട, ആശുപത്രി വേണ്ട, അയാൾക്ക് വിമാനത്തെ പറന്ന് നടക്കേണ്ട കാര്യവുമില്ല. കാരണം അങ്ങനെയുള്ള ഒരാളായിരിക്കില്ല നല്ല സന്യാസി, അല്ലെങ്കിൽ നല്ല ആത്മീയവാദി. അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക്, അങ്ങനെയുള്ള ആളുകളിലേക്ക് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നൊരു സ്ഥിതി വീണ്ടും വരുമോ എന്ന് പിന്നെ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എങ്ങനെയായാലും ഈ കുറച്ച് നന്മയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെന്ന് ഈയിടയ്ക്കാണ് മനസ്സിലാകുന്നത്, ഇത്രയധികം മനസ്സിലാകുന്നത്. നന്മമരങ്ങളായിട്ട് നമുക്ക് മാറാം. അതുപോലെ തന്നെ നമുക്ക് കൈ നിറയെ കാശ് കിട്ടും. നാട്ടുകാരതിൻ്റെ കണക്ക് ചോദിക്കില്ല, സർക്കാരും ചോദിക്കില്ല. കാരണം മതത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലുമൊക്കെ ലേബൽ കാണുമല്ലോ. പിന്നെ ആ കാശ് എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യണം. കാരണം ചാരിറ്റിയൊക്കെ ചെയ്താൽ അതിൻ്റെ പുണ്യവും നമുക്ക് കിട്ടുമല്ലോ. ഇത് ഒരു വ്യവസായമായിട്ട് കേരളത്തിൽ വളരുന്നു എന്നുള്ളതാണ് പിന്നെ സങ്കടകരമോ സന്തോഷകരമായ ഒരു കാര്യം. അപ്പം നമുക്കിവിടെ ഒരു ചാരിറ്റിയും പിന്നെ ഒരു നന്മമരങ്ങളുമായിട്ട് മാറാനായിട്ട് ഇവിടെ ആളുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സംഘടിച്ചൊരു ചാരിറ്റി അങ്ങ് തുടങ്ങാം. എന്നിട്ട് നമുക്കെല്ലാം അങ്ങ് നന്മമരങ്ങളായിട്ട് അങ്ങ് മാറിക്കടയാം. ഇപ്പോൾ ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരിക്കലും പണം പിരിക്കാറോ അല്ലെങ്കിൽ പണം ഇന്നവർക്ക് പിരിച്ചു കൊടുക്കാറോ അങ്ങനത്തെ ആ പരിപാടിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഉദാഹരണമുണ്ട്. ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആരാണെങ്കിലും ഒന്ന് നക്കിപ്പോവും. അത് എത്ര പുണ്യാത്മാവാണെങ്കിലും ഈ പൈസയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആളങ്ങ് മാറിപ്പോവും. അത് ഒരിക്കലും നിത്യചൈതന്യ യതിക്ക് ആരോ യോഗ പഠിപ്പിക്കാനായിട്ട് $1 മില്യൺ ഓഫർ ചെയ്തു. അപ്പം യതി അതിനെപ്പറ്റി പറയുക, യതി അത് നിരസിച്ചു. എന്നിട്ട് യതി പറയുക, ഈ $1 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ആരായി മാറുമെന്ന് ആർക്കറിയാം, എൻ്റെ തന്നെ സ്വഭാവം മാറിപ്പോകുമെന്ന് പിന്നെ പറയാൻ പറ്റില്ലല്ലോ എന്ന്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം. പണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പണക്കാരായി മാറുന്നു, ആട് മാറുന്നു, ചിന്താഗതി മാറുന്നു. പണമില്ലാത്തപ്പോഴത്തെ ചിന്താഗതി ആയിരിക്കില്ല പണമുള്ളപ്പോഴത്തെ. അപ്പോൾ എന്തായാലും ഈ നന്മമരങ്ങൾക്ക് എൻ്റെ നമോഭാഗം. നിങ്ങൾ മിടുക്കരാണ്. നിങ്ങളുടെ അത്ര മിടുക്ക് എന്നെപ്പോലുള്ളവർക്കില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പം. അങ്ങനെ കാരണം വല്ലവരുടെയും കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ കയ്യിലേക്ക് വരുത്താൻ ഉള്ളൊരു വിദ്യ അത് നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്കതുണ്ട്. എന്തായാലും നിങ്ങൾ തടിച്ചു പടരുക. വല്ല ചാരിറ്റിയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുകയും വേണം.